ഇങ്ങോട്ട് നോക്കി ഫിഷിങ്ങിന്റെ ഫണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിനെ എല്ലാവരും കൂട്ടിക്കൊണ്ടാണ് വന്നത്. വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ചുമ്മാ വന്ന് വെള്ളത്തിൽ നിന്ന് മീനെ കൈയിട്ടോണ്ട് പോരിക്കൊണ്ട് പോവാണ്. അപ്പൊ അതും ഒന്ന് മാറി. അതെ അതെ, വീട്ടുകാരുടെ ആ ചോദിച്ചതൊക്കെ മാറാൻ വേണ്ടിട്ട് എല്ലാത്തിനെയും കൊണ്ടുവന്നു. പിള്ളേരടക്കം കുറെ പേര് അവിടെ വാള് വെച്ച് കടന്നു, കുറെ പേര് മീനെ പിടിച്ചു, കുറെ എണ്ണം ഭയങ്കര ഫുൾ സ്പിരിറ്റിലായിരുന്നു കേട്ടോ, ഫുൾ എനർജി. ആരോട് പിടിച്ചേ? ഓ ഗുഡ് ഗുഡ്. ഇതെന്താ ഫിഷ് അത്? Which one? Pink fish. Pink fish. Pink. Go like that. A photo. Look at the camera. Hey. This top goes and flop around. ഫാമിലി എല്ലാവരും എൻജോയ് ചെയ്തു. അത് അടിപൊളി ട്രിപ്പായിരുന്നു. കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ചു വെച്ചിരുന്നതാണ്. അങ്ങനെ വളരെ മനോഹരമായ ഒരു മീൻപിടുത്തമായിരുന്നു ഇന്നത്തേത്. കുടുംബസമേതം എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. സ്ലോ ആയിരുന്നു എങ്കിലും ജോസും സീമോനും ആക്റ്റീവായിട്ട് തള്ളിയതുകൊണ്ട് പെട്ടെന്ന് പിന്നെ പുറകിൽ ഒരു ചെറിയ സപ്പോർട്ട് ഇരുന്നിന് വഴി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആയപ്പോ ഓക്കെ ആയി. അതെ, ഇനിയിപ്പോ ഇവിടെ കുറച്ച് തടി കയറ്റുന്ന കപ്പലുണ്ടായിരുന്നു, അത് തള്ളുന്ന തിരക്കിലായിരുന്നു. തടിയോ അതോ രണ്ടോ. ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും തന്നെ ഇപ്പൊ ഇങ്ങനെ ഈ ഹൗസ് മൂവിങ്ങിനൊക്കെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സീമോനെ വിളിച്ചു കഴിഞ്ഞാൽ 2 തള്ളിനാവും വേണ്ട തള്ളിക്കുന്നതാണ്. അതുപോലെ ഹൗസ് ഡിമോളിഷിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ ജിൻസിനെ വിളിച്ചാൽ ഒറ്റ തള്ളിനാവും തീർക്കും. അങ്ങനെ തള്ളലൊക്കെ കഴിച്ച് 2 പേര് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ. ഹായ് മച്ചന്മാരെ, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചെറിയൊരു മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. ഈ വട്ടം ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ടൊരു ഫിഷിംഗ് ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാ വട്ടവും ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവർക്കൊരു പരാതി. അതുകൊണ്ട് പിള്ളേരെല്ലാം കൂടി നമ്മൾ സേഫായിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയ നോക്കി നേരെ പോവുകയാണിപ്പോൾ. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്കിനും മഞ്ഞൊക്കെ മാറി നല്ലൊരു നേരം വെളുത്തിട്ടുണ്ട്. സ്കൈ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. പിള്ളേരൊക്കെ വളരെ എനർജിയായിട്ട് നിൽക്കുന്നു, വളരെ ഹാപ്പി. അവർ ഫസ്റ്റ് ടൈമാണ് ബോട്ടിലൊരു ഫിഷിങ്. കുറേ നാളായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇന്ന് നമ്മൾ 4 ഫാമിലിയാണുള്ളത്. ബാക്കി ആർക്കും നമ്മളോട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് തന്നെ നമുക്കൊന്ന് സെറ്റായി കിട്ടിയത്. എല്ലാവരും സെറ്റാകുന്ന സമയത്ത് ക്ലൈമറ്റ് ശരിയാകത്തില്ല. ക്ലൈമറ്റ് ശരിയാകുമ്പോൾ പലർക്കും ജോലിയുടെ പ്രയാസം. അടുത്ത വട്ടം നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഈ വട്ടം നമുക്ക് കിട്ടിയത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോട്ടാണ്. അതുകൊണ്ട് പിള്ളേർക്ക് കൂടി നടക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പറായിട്ട് കിട്ടിയത് പിള്ളേരാണ്. സ്കൂൾ ഹോളിഡേയ്സ് ആണ് അവർക്കൊരു എക്സ്ട്രാ ഇൻകം. അതുപോലെ തന്നെ അവരുടെ നോളജ് എന്ന് പറയുന്നത് സൂപ്പറാണ്. So, I was doing a couple rules and that and safety stuff. So if you've got bait, don't put it on here, don't cut it on here. If you're cutting up bait or anything, it's done on this board. If you've got bait, you can put it down on the white, but you can't cut it on the white. If someone does fall over, we have life rings over the side of the cutting board. Please. എല്ലാവർക്കെല്ലാം പിന്നെ വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്ത് തുടങ്ങി. നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ലോ ടൈഡാണ്. ഇപ്പം ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1 മണി കഴിയുമ്പോഴത്തേക്കിന് ഹൈ ടൈഡ് സ്റ്റാർട്ട് ചെയ്യും. സിമോൻ എങ്ങനെയുണ്ട്? It's a tangle or? Their lines are going out. Okay. Got your bird? Amma also got fish. Oh, Siji mine pidichu. Oh.
എല്ലാ സൈഡിലോട്ട് സിമോൻ അവിടെ കിടന്ന കറക്കുന്നു. സിമോനെ ഓ ഇവിടെ കണ്ട ടാങ്കിളാക്കിയാണ് പിടിക്കുന്നത്. യെസ് യെസ്. എന്തുവാ ഇതൻ ഒന്നും ആയില്ലേ? ടാങ്ക് വലിയ എത്രയും ഒന്നിച്ചിടുന്നുണ്ടോ ഈ പ്രശ്നം ആണോ? വലിയ ഭർത്താവ് കൂടെ ഇറങ്ങും ഇനി പിടിക്കാൻ ഒരാള്. എത്ര ഫിഷ് catch ചെയ്തു? 5. We got, I don't know how much. 5. Not a lot. Oh! Papa got a kingfish. No, that's not a king. Really? Oh, and you got someone smart. Kingfish are skinny. Yeah. Stay in the net, because that's snap. ബോട്ടിൻ്റെ സൈഡിൽ ബേർലി കലക്കിയ സമയത്ത് ഇഷ്ടംപോലെ ബെയ്റ്റ് ഫിഷ് വന്നു ബേർലി കഴിക്കാൻ വേണ്ടി. ആ സമയത്ത് യുവമാർ എന്ത് ചെയ്തു, നെറ്റിട്ട് ഇഷ്ടംപോലെ എണ്ണത്തിനെ കോരിയും എടുത്തു. ആ കൂട്ടത്തിൽ നമ്മളും കുറേ ട്രൈ ചെയ്തു, നമുക്കും കിട്ടി. You just gotta wait for them all to bust at the top. Pump out the reel, 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 pump out the reel. ഇവൻ And good stuff. Good stuff, Oh. mate. ഇതൻ No, don't stay. Keep ക്ഷീണിച്ച് No, don't. It'll prick you, It'll get you and then it hurts. Look at me. Going straight in the balls. Whereabouts? Elvin, hold it. Right there. Here. It's a small one. രാവിലെ നല്ല സണ്ണി ആയിരുന്നെങ്കിലും ഉച്ചയായപ്പോഴത്തേക്കിന് കുറച്ച് ക്ലൗഡിയായി. പക്ഷേ വലിയ തിരയൊന്നുമില്ല, അതുകൊണ്ട് ബോട്ടിന് വലിയ കുലുക്കമൊന്നും ഇല്ലായിരുന്നു. പിള്ളേരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ ലഞ്ചൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കഴിച്ച് ഹാപ്പി ആയിട്ട് നേരെ തിരിക്കുകയാണ്. നമ്മൾ ബോട്ട് റാമ്പിലൂടെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഇതുപോലെ നല്ല പോഷ് ബോട്ടുകൾ പാർക്ക് ചെയ്തേക്കുന്നത് കാണാം. അതുപോലെ തന്നെ വാട്ടർ ഫ്രണ്ട് വീടുകളും പുതിയ കൺസ്ട്രക്ഷൻസാണ്. പിറ്റേങ്കിൽ നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോഴും സെയിം ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന് കിട്ടിയ ക്യാച്ചസൊക്കെ നമ്മൾ നല്ല വാക്യൂം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൂടുതലായിട്ടും കിട്ടിയത് ട്രെവേലിയും സ്നാപ്പറും ഒക്കെയാണ്. പിന്നെ ബെയ്റ്റ് ഫിഷും ഇഷ്ടംപോലെ കിട്ടി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും സന്ധിക്കുന്നതിന് വരെ വണക്കം.